എല്ലാവർക്കും സംശയം എങ്ങനെ ഈ പ്രായമുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നതാണ്. ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാരെ സഹായിക്കുന്ന സേവനം തുടങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നേരിട്ട് മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ പ്ലാൻ അയച്ചു കൊടുത്തു. ചിലർ പറഞ്ഞു നല്ല വൃദ്ധസദനങ്ങളാണ് ആവശ്യമെന്ന്. ഒരു ജന്മം മുഴുവൻ അധ്വാനിച്ച് അവർ നേടിയ അവരുടെ വീട്ടിൽ നിന്ന് മക്കളുടെ സൗകര്യത്തിനു വേണ്ടി അവരെ കുടിയിറക്കുന്നത് പോലെ ആവില്ലേ അത്. പലരും ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കമ്പനിയുടെ ആശയമല്ല, മറിച്ച് 10-20 പേർ നോക്കുന്ന ചെറിയ ചെറിയ സ്വതന്ത്രമായ ക്ലസ്റ്ററുകളുടെ രീതിയാണ്. ഹെൽത്ത് ബാൻഡും AI ക്യാമറയും മോഷൻ സെൻസറുകളും പേഴ്സണൽ ട്രാക്കർ ആപ്പുകളും എല്ലാം ചേർത്ത് വലിയ തോതിൽ ഈ സിസ്റ്റം മാനേജ് ചെയ്യാം. അതെല്ലാം ഉണ്ടായാലും അവശനായ മനുഷ്യന്റെ കൂടെ ഉണ്ടാകേണ്ടത് മറ്റു മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ കരസ്പർശത്തിന്റെ സ്നേഹവും കരുതലുമൊന്നും ആപ്പുകൾക്കും സെൻസറുകൾക്കും തരാനാവില്ല. ഞാൻ പറഞ്ഞ സേവനം ആർക്കും ചെയ്യാവുന്ന തരത്തിൽ ചിലവ് കുറഞ്ഞതാണ്. ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ബന്ധം, അതുവഴി യുവാക്കൾക്കും വീട്ടമ്മമാർക്കും ഒരു വരുമാനം, പ്രായമായവർക്ക് വിശ്വാസമുണ്ടാകാൻ കുടുംബശ്രീ വഴിയോ റെസിഡൻസ് അസോസിയേഷൻ വഴിയോ മതസംഘടനകൾ വഴിയോ സേവനം ചെയ്യാനുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു ആവശ്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു നമ്പർ പബ്ലിഷ് ചെയ്യണം. അതിന് ചുമതലപ്പെടുത്തുന്ന ആളിന് മാസം ശമ്പളം കൊടുക്കണം. അവർ വിളിച്ചു പറഞ്ഞാൽ ഓടിയെത്താവുന്ന ആളുകൾ ഗ്രൂപ്പിലുണ്ടാവണം. എപ്പോഴും വീടുകളുടെ ഉള്ളിൽ കയറണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ദിവസം കൂടി വന്നാൽ 2-3 മണിക്കൂർ ഇതിനായി ചിലവാക്കിയാൽ മതിയാവും. അനുവാദത്തിനും സമയം ലോഗ് ചെയ്യാനും വേണമെങ്കിൽ അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം. മിക്ക വീടുകളിലും വണ്ടികൾ വെറുതെ കിടക്കുന്നുണ്ട്. ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഈ അച്ഛനമ്മമാരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനും പറ്റും. എന്തെങ്കിലും തരത്തിൽ പോലീസ് കേസോ സ്വഭാവ ദൂഷ്യമോ ഉള്ളവരെ ഇതിൽ ചേർക്കാനേ പാടില്ല. ഒരു ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ ഒക്കെ ഉപയോഗിച്ച് സേവനം ചെയ്യാൻ തയ്യാറായ യുവാക്കൾ തങ്ങളുടെ കഴിവുകളും എക്സ്പീരിയൻസും വ്യക്തമാക്കി തയ്യാറാക്കിയ ബയോഡാറ്റകളിൽ നിന്ന് മക്കൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാക്കണം. ഒരു റേറ്റിംഗ് സിസ്റ്റം കൂടി ഉണ്ടായാൽ നല്ല സേവനത്തിന് വിലയുണ്ടാവും. ഒന്ന് ആലോചിച്ചാൽ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം വിശ്വാസമില്ലായ്മയല്ലേ?